Welcome to the journey through the books of the Bible. Welcome again. ഇന്ന് എന്നെ കേൾക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നമ്മളുടെ 34ാമത്തെ ലെസണാണ് എ ജേർണി ത്രൂ ദ ബൈബിൾ ബുക്സ് എന്നതായ സീരീസിൽ നമ്മളെടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ചക്കാലം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം എടുത്തു. ഈ ആഴ്ചക്കാലം നമ്മൾ പഠിക്കുന്നത് സഭാപ്രസംഗിയുടെ പുസ്തകമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതുപോലെ ശലോമോൻ എഴുതിയതായ പുസ്തകമാണ് സഭാപ്രസംഗി. താൻ എഴുതിയതായ 3 പുസ്തകങ്ങൾ സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം എന്നിങ്ങനെ 3 കാവ്യ പുസ്തകങ്ങളാണ് അടുത്തടുത്തായിട്ട് ബൈബിളിൽ ഉള്ളത്. ഇന്ന് സഭാപ്രസംഗിയുടെ പുസ്തകം നമ്മൾ പഠിക്കുകയാണ്. സഭാപ്രസംഗി എന്ന് പറയുമ്പോൾ സഭയിൽ വിളിച്ചുകൂട്ടി പ്രസംഗിക്കുന്നതായ ഒരു ആളാണ് സഭാപ്രസംഗി എന്ന് ഉള്ളതിൻ്റെ മീനിങ്. അതുപോലെ തന്നെ തൻ്റെ ജനങ്ങളെ അല്ലെങ്കിൽ പ്രജകളെ അല്ലെങ്കിൽ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ടീച്ച് ചെയ്യുന്നതായ ഒരു ടീച്ചറായിട്ടാണ് ശലോമോനെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ്റെ വിവിധങ്ങളായ മേഖലകളിലുള്ളതായ അറിവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പല ടെസ്റ്റുകളും പരീക്ഷണങ്ങളും അവർ ചെയ്തതായിട്ട് പറയുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കുകയുണ്ടായി. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അവൻ ബാലനായിരുന്നപ്പോൾ ഒരു രാജസ്ഥാനം ഏൽക്കുന്നതിന് ഉള്ളതായ സമയമായപ്പോൾ ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കുകയും ദൈവം അവൻ്റെ പ്രാർത്ഥനയിൽ പ്രസാദിച്ച് അവന് എല്ലാവിധമായ അറിവുകൾ കൊടുത്തു, ദൈവിക ജ്ഞാനം കൊടുത്തു. എന്നാൽ അതോടൊപ്പം തന്നെ എല്ലാവിധമായ സമ്പത്തുക്കളും എല്ലാവിധമായ അനുഗ്രഹങ്ങളും അവന് ദൈവം നൽകി കൊടുത്തു എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ശലോമോനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിലാണ് തൻ്റെ രാജാവിൻ്റെ സ്ഥാനം തനിക്ക് കൈമാറ്റം ചെയ്യുവാൻ ഇടയായി തീർന്നത്. ഒരു ഇൻഹെറിറ്റൻസ്, പിതൃ അവകാശം യാതൊരു പ്രശ്നവും കൂടാതെ വളരെ സമാധാനപരമായ രീതിയിൽ ഒരു വലിയ രാജ്യത്തെ കയ്യേറ്റ് എടുത്ത് തുടർന്ന് സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ഭരിക്കുന്നതിനുള്ളതായ ഒരവസരമാണ് ശലോമോന് കിട്ടിയത്. എന്നാൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലായിരുന്നു. അവൻ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുകയായിരുന്നു രാജ്യങ്ങൾ. പലപ്പോഴും സമാധാനമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് യുദ്ധങ്ങൾ തുടരെ ഉണ്ടായിരുന്നതായ സമയങ്ങളായിരുന്നു ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ശലോമോൻ്റെ ജീവിതത്തിൽ യുദ്ധമൊന്നും ഇല്ലാതെ സമാധാനപരമായ ജീവിതം, ഐശ്വര്യപരമായ ജീവിതം, വളരെ സമൃദ്ധിയുടെ കാലഘട്ടമായിരുന്നു ശലോമോൻ്റെ കാലഘട്ടം എന്ന് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് അന്ന് വെള്ളിയും പൊന്നും ഒക്കെ ധാരാളമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഉടമസ്ഥത ഈ ശലോമോനുണ്ടായിരുന്നു. അതൊക്കെ ഉപയോഗിച്ച് ആ യെരുശലേം ദേവാലയമൊക്കെ പണിയുന്നതിന് വേണ്ടി ശലോമോനെ ദൈവം സഹായിച്ചു എന്ന് നമ്മൾക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, അതായത് സഭാപ്രസംഗിയുടെ പുസ്തകം നമ്മൾ ആദ്യം മുതലായിട്ട് പഠിക്കുമ്പോൾ അതിന് 12 അധ്യായങ്ങളാണ് ഉള്ളത്. ആ അധ്യായത്തിൽ കാണുന്നതായ കാര്യങ്ങളൊക്കെ നമ്മൾ അല്പം സൂക്ഷ്മതയോടുകൂടെ പഠിക്കേണ്ടതായ കാര്യമുണ്ട്. ശലോമോൻ എന്ന് പറയുന്ന ആൾ, രാജാവ്, ഒരു പ്രവാചകനല്ലായിരുന്നു. ദൈവത്തിൽ നിന്നും പ്രത്യേകമായി ജ്ഞാനം ലഭിച്ചവനാണ്. എന്നാൽ രാജസ്ഥാനം എടുത്തതിന് ശേഷമായിട്ട് നമുക്ക് അവനെ കാണുവാനായിട്ട് സാധിക്കുന്നത്, അവന് ലോകപ്രകാരം കണ്ടുപിടിച്ച അനേക അറിവുകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾക്ക് ഈ സഭാപ്രസംഗിയുടെ ആദ്യത്തെ അധ്യായത്തിൽ വെച്ച് തന്നെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതവിടെ പറയുമ്പോൾ
ഇവിടെ ഇങ്ങനെയാണ് ആദ്യത്തെ വാചകത്തിൽ തന്നെ ഇൻട്രഡക്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. യെരുശലേമിലെ രാജാവായി ദാവീദിൻ്റെ മകനായ സഭാപ്രസംഗിയുടെ വചനങ്ങൾ. ഹാ മായ മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. ഹാ മായ മായ, സകലവും മായത്രേ. സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭം? ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിലനിൽക്കുന്നു എന്നിങ്ങനെ ഒക്കെ ചിന്തിച്ചുകൊണ്ട് ആ 1-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മറ്റൊരു വിഷയത്തിലേക്കാണ് അവിടെ വരുന്നത്. സഭാപ്രസംഗിയായ ഞാൻ യെരുശലേമിൽ ഇസ്രായേലിന് രാജാവായിരുന്നു. ആകാശത്തിൻ്റെ കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സിൽ വെച്ചു. അപ്പോൾ ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതൊക്കെയും എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യും, അതിൻ്റെ ഫ്യൂച്ചറായിട്ടുള്ള കാര്യങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആരാഞ്ഞ് അറിയുവാൻ വേണ്ടി അവൻ മനസ്സ് വെച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്ത വല്ലാത്ത കഷ്ടപ്പാട് തന്നെ. സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട്. അവയൊക്കെയും മായയും വൃഥാ പ്രയത്നവും അത്രേ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സദൃശ്യവാക്യത്തിൽ നമ്മൾ കണ്ടു, ശലോമോൻ എഴുതിയിരിക്കുന്ന സദൃശ്യവാക്യങ്ങൾ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മിക്കവാറും അത് തുടങ്ങുകയും സമാഹരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ സകലതും മായ 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 എന്നു പറഞ്ഞുകൊണ്ടാണ് അവിടെ ആരംഭിക്കുന്നത്, അവസാനിക്കുന്നതും ഓൾമോസ്റ്റ് ആ ഒരു രീതിയിൽ തന്നെയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. എന്നാൽ അതോടൊപ്പം തന്നെ അവൻ്റെ ഈ സംഭാഷണത്തിലൊക്കെ അല്ലെങ്കിൽ ഈ പ്രസംഗത്തിൽ ഒക്കെ ആകാശത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ സൂര്യൻ്റെ കീഴിൽ ഞാൻ ഇതൊക്കെ കാണുന്നു എന്ന് പറഞ്ഞതായ ആ ഭാഷാ വിശേഷണം നമ്മൾക്ക് വളരെ അധികം പ്രാവശ്യം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. സൂര്യൻ്റെ കീഴിൽ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ, സൂര്യന് മുകളിൽ എന്ന് പറയുമ്പോൾ ഉയർന്ന തലത്തിലേക്ക് ഉയരത്തിലേക്ക് നോക്കുന്നതായ ഒരു കാഴ്ചപ്പാട്. എന്നാൽ സൂര്യന് താഴെ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ എല്ലാവിധമായ കാര്യങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ മായയാണ് എന്നാണ് ശലോമോൻ ഇവിടെ ഈ പുസ്തകത്തിൽ പറയുന്നത്. പ്രൈസ് ഗോഡ്. എന്നാൽ ഇതൊക്കെയും ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വെളിപ്പാടായിട്ട് അല്ലെങ്കിൽ ഒരു പ്രവചനമായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. തൻ്റെ ഈ ലോകപരമായ അറിവും അത് വെച്ചുകൊണ്ട് അതിനപ്പുറത്തായിട്ട് ദൈവം ന്യായം വിധിക്കുന്നവനാണ്, ഉയരത്തിൽ വസിക്കുന്നവനായ ഒരു ദൈവമുണ്ട് എന്ന് ഉള്ളതായ കാര്യം കൂടെയാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ 17-ാമത്തെ വാക്യം 1-ാമത്തെ അധ്യായം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ ഹൃദയം ജ്ഞാനവും അറിവും ധാരാളം പ്രാപിച്ചിരിക്കുന്നു. ജ്ഞാനം ഗ്രഹിപ്പാനും ഭ്രാന്തും ഭോഷത്വവും അറിവാനും ഞാൻ മനസ്സ് വെച്ചു. ഇതും വൃഥാ പ്രയത്നമെന്ന് കണ്ടു. ജ്ഞാനബാഹുല്യത്തിൽ വ്യസന ബാഹുല്യമുണ്ട്. അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. ഈ രീതിയിലാണ് ശലോമോൻ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ മാനുഷികമായ ബുദ്ധി ഉപയോഗിച്ചുള്ളതായ ജ്ഞാനം ആണ് ലോകപ്രകാരമുള്ളതായ ജ്ഞാനം. ആ ലോകപ്രകാരമുള്ള ജ്ഞാനമല്ല ദൈവം ശലോമോന് കൊടുത്തത്. ദൈവീക ജ്ഞാനമാണ്, പരിജ്ഞാനമാണ്. രാജ്യത്തെ ശരിയാകവണ്ണം ഭരിക്കുന്നതിനുള്ളതായ ആ ജ്ഞാനമാണ് ദൈവം അവന് കൊടുത്തത്. എന്നാൽ ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പല കാര്യങ്ങളെക്കുറിച്ച് അവൻ റിസർച്ച് ചെയ്യുന്നു. ഇങ്ങനെ ഒരു പൊസിഷൻ കിട്ടിയപ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾക്ക് നോക്കാം. എന്തൊക്കെയാണ് അവൻ മനസ്സ് വെച്ചത് എന്നുള്ളതായ കാര്യം. 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, ആകാശത്തിന് കീഴെ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലത് ഏത് എന്ന് കാണുവോളം ഞാൻ എൻ്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ ഞാൻ എൻ്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പാനും ഭോഷത്വം പിടിച്ചുകൊള്ളുവാനും എൻ്റെ മനസ്സിൽ നിരൂപിച്ചു.
അപ്പോൾ വീഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുവാനും അവൻ്റെ മനസ്സിനെയും ശരീരത്തെയും സന്തോഷിപ്പാനും അവൻ മനസ്സ് വെച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ വെച്ചത് കൊണ്ട് അവൻ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും അല്പം മാറി നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഒക്കെ പരീക്ഷിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ വീഞ്ഞ് അതുപോലെ തന്നെ വെറിക്കോത്ത് മുതലായ കാര്യങ്ങൾ ഒന്നും പരീക്ഷിച്ചറിയുവാനായിട്ട് നമ്മൾ ഒക്കെ അനുവാദമില്ല. ദൈവത്തിൻ്റെ വചനം നമ്മളെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ശലോമോൻ തൻ്റെ അധികാരത്തിലിരിക്കുമ്പോൾ താൻ അങ്ങനെ മനസ്സ് വെച്ച് അങ്ങനെ ആ ഒരു ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് കൂടുതൽ ലോകപ്രകാരമുള്ളതായ ഈ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കുവാൻ വേണ്ടി വീണ്ടും താനിങ്ങനെ നോക്കുകയാണ്. 4-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുക. 2-ാമത്തെ അധ്യായം. ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു, എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി, ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു, വൃക്ഷം വെച്ച് പിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു. ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി. വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു. യെരുശലേമിൽ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന എവരിലും അധികം ആടുമാടുകളായ ബഹുസമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കുള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു. സംഗീതക്കാരെയും സംഗീതക്കാരത്തികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി സ്ത്രീജനത്തെയും സമ്പാദിച്ചു. ഇങ്ങനെ ഞാൻ എനിക്ക് മുമ്പ് യെരുശലേമിൽ ഉണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്ന് അഭിവൃദ്ധി പ്രാപിച്ചു. ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നു. എൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിനെ നിഷേധിച്ചില്ല. എൻ്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല. പലപ്പോഴും ദൈവമക്കളെ സംബന്ധിച്ച് ഒരു റെസ്ട്രിക്റ്റഡ് ലൈഫാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നത്. എപ്പോഴും ഈ ലോകത്തിലുള്ളതായ കാര്യങ്ങളെയൊക്കെ വർജിച്ചിട്ട് വിശുദ്ധ ജീവിതം നയിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ എല്ലായ്പ്പോഴും പഠിപ്പിക്കുന്നത്. എന്നാൽ തനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ തക്കവണ്ണം തനിക്ക് കണ്ണിഷ്ടമുള്ളതൊക്കെയും മനസ്സിനിഷ്ടമുള്ളതൊക്കെയും അത് രുചിച്ച് നോക്കുവാൻ, അത് അനുഭവിപ്പാൻ തക്കവണ്ണം താൻ ഈ മനസ്സ് വെച്ചു എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വലിയ മഹാപ്രവൃത്തികളൊക്കെ ചെയ്ത് അരമനകൾ, മുന്തിരിത്തോട്ടങ്ങൾ ഒക്കെ പണിയിപ്പിച്ച് അങ്ങനെയുള്ളതായ അവസ്ഥയിൽ അതിൻ്റെ ഫലം എന്താണ് എന്നൊക്കെ നോക്കി അതെല്ലാം ഒടുവിൽ മായയാണ്, അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതായ കാര്യത്തിലേക്കാണ് താൻ കടന്നു വരുന്നത്. മായയെന്ന് പറയുമ്പോൾ പുക പോലെ ഇങ്ങനെ വന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ അതങ്ങ് ഇല്ലാതെ പോകുന്നു. അതെന്നേക്കും നിലനിൽക്കുന്നതായ കാര്യം അല്ല എന്നാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. അതിന് തുടർന്ന് താൻ എന്താണ് അവിടെ പറയുന്നത് എന്ന് നോക്കാം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിൻ്റെ കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളയുവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം, കരവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കളയുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം. ഇങ്ങനെ ഒരു വലിയ ഒരു ലിസ്റ്റാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തൻ്റെ ആ ഫിലോസഫിയാണ് അവിടെ തൻ്റെ ജനങ്ങളെയും തൻ്റെ പ്രജകളെയും ഒക്കെ പഠിപ്പിക്കുവാനായിട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിൽ, പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുത്തുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ വളരെയധികമായിട്ട് കഷ്ടപ്പെട്ടത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് ശലോമോൻ പറയുന്നത്.
ഉള്ള കാലം സന്തോഷത്തോടുകൂടെ ജീവിക്കണം. ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി ഓടി നടക്കുകയും മനസ്സിൽ കാണുന്നതെല്ലാം വേണമെന്ന് വയ്ക്കുകയും ഹൃദയത്തിൽ ഇഷ്ടമുള്ളതെല്ലാം പിടിച്ചെടുക്കുവാൻ വേണ്ടി ഓടി നടക്കുകയും ചെയ്യുന്നത് വെറും മായയാണ്, അത് നിലനിൽക്കുന്നതല്ല എന്നാണ് താൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ 11-ാമത്തെ വാക്യത്തിൽ നല്ല ഒരു ആശയമാണ് ഇവിടെ ശലോമോൻ എഴുതിയിരിക്കുന്നത്. അവൻ എന്ന് പറഞ്ഞാൽ ദൈവം സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എല്ലാം ദൈവം സമയത്ത് ഭംഗിയായി ചെയ്യുന്ന കർത്താവാണ്. അതിൽ നമ്മൾ വിശ്വസിക്കണം. അത് മാത്രമല്ല, മനുഷ്യരുടെ ഹൃദയത്തിൽ നിത്യത വെച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കുക. അതുമാത്രവുമല്ല, അതിനെ ആലിംഗനം ചെയ്തുകൊണ്ട് ആ നിത്യതയെ പിടിച്ചുകൊണ്ട് നഷ്ടപ്പെടാതെ മുൻപോട്ട് പോകുക എന്നുള്ളതാണ് ഓരോ ആൾക്കാരുടെയും ധർമ്മം അല്ലെങ്കിൽ അവരുടെ ചുമതല എന്നാണ് ശലോമോൻ ഇവിടെ തൻ്റെ ജ്ഞാനത്തിൽ കൂടെ അറിയിക്കുന്നത്. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു, അതിനോട് ഒന്നും കൂട്ടുവാനും അതിൽ നിന്ന് ഒന്നും കുറപ്പാനും കഴിയുന്നതല്ല. അപ്പോൾ ദൈവം എല്ലാം ചെയ്യുന്നു, നല്ലവണ്ണം ചെയ്യുന്നു, അതെല്ലാം ശാശ്വതമെന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നതാണ്. എന്നാൽ മനുഷ്യൻ ചെയ്ത് കൂട്ടുന്നത് എല്ലാം മായയാണ്, അതെല്ലാം തകർന്നു പോകും, നിലനിൽക്കുന്നതല്ല. ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് മുൻപോട്ട് പോയാൽ അത് ശാശ്വതമായ വർക്കാണ്, ശാശ്വതമായ പ്രവർത്തനങ്ങളാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇനിയും 17-ാമത്തെ വാക്യം നമ്മൾക്ക് നോക്കാം. ഓരോ അധ്യായത്തിലുള്ളതായ ചില ഇമ്പോർട്ടൻ്റ് വാക്യങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 17-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ മനസ്സിൽ ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും, സകല കാര്യത്തിനും സകല പ്രവൃത്തിക്കും ഒരു കാലം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നീതിമാനെയും ദുഷ്ടനെയും ദൈവം ന്യായം വിധിക്കും എന്നുള്ളതായ സത്യം തൻ്റെ ജ്ഞാനത്തിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ന്യായവിധി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വിശ്വാസികൾക്ക് അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ടതായ കാര്യമില്ല. കാരണം ദൈവസന്നിധിയിൽ ആ ന്യായവിധിയുടെ ആ ദിവസത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്തിട്ട് പ്രതിഫലം വാങ്ങുവാൻ വേണ്ടിയാണ് അവിടെ പോകുന്നത്. എന്നാൽ ദുഷ്ടന്മാർക്കാണ് അവിടെ ന്യായവിധി ഭയാനകമായ ദിവസം. അവർക്കാണ് ദൈവത്താൽ നീതീകരിക്കപ്പെട്ടതായ നമുക്ക് ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. ആ ദിവസം നമ്മൾക്ക് പ്രതിഫലം കിട്ടുന്നതായ ദിവസമാണ് എന്നാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു, രണ്ടിനും ഗതി ഒന്ന് തന്നെ, അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു, രണ്ടിനും ശ്വാസം ഒന്നത്രേ, മനുഷ്യനും മൃഗത്തേക്കാൾ വിശേഷതയില്ല, സകലവും മായയല്ലോ. അപ്പോൾ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ വായിക്കേണ്ടതാണ്. ഇന്ന് പല ഇങ്ങനെയുള്ളതായ ഒക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ടീച്ചിങ് ചെയ്യുന്നവർ ഇങ്ങനെയുള്ളതായ വാക്യങ്ങളെടുത്ത് ശലോമോൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർക്കും മൃഗങ്ങൾക്കും വ്യത്യാസമൊന്നുമില്ല, അവർ രണ്ടും മരിച്ചാലോ ഓരോ സ്ഥലത്തേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ റോങ്ങായിട്ടുള്ള ടീച്ചിങ്ങിലേക്ക് നമ്മളെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ ഇവിടെ നമ്മൾ വളരെ സൂക്ഷിച്ച് ഈ ഭാഗങ്ങൾ പഠിക്കേണ്ടതാണ്. മനുഷ്യർക്ക് ആത്മാവുണ്ട്, എന്നാൽ മൃഗങ്ങൾക്ക് ആത്മാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. എന്നാൽ 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, എല്ലാം വീണ്ടും പൊടിയായിത്തീരുന്നു, മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ, മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ ആർക്കറിയാം. അവിടെ ശലോമോന് ആ കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ലാതെയാണ് എഴുതിയിരിക്കുന്നത്. മനുഷ്യർക്ക് ആത്മാവുണ്ട്, അത് മുകളിലേക്ക് തന്നെ പോകും. എന്നാൽ പഴയ നിയമത്തിൽ വിശുദ്ധന്മാരുടെയൊക്കെ ആത്മാക്കൾ പാതാളത്തിലേക്ക് പോകുന്നു എന്ന് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയൊക്കെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ശലോമോൻ പഠിച്ചിരിക്കാം, അതുകൊണ്ടായിരിക്കാം താഴോട്ട് പോകുന്നു എന്ന് എഴുതിയിരിക്കുന്നത്.
എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നപ്പോൾ ആ പാതാളത്തിലുള്ളതായ ആത്മാക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് പർദീസായിലേക്ക് മുകളിലോട്ട് പോകുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്, സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മൃഗങ്ങൾക്ക് ആത്മാവില്ല എന്നുള്ളതായ സത്യവും നമ്മൾ മനസ്സിലാക്കണം. സങ്കീർത്തന പുസ്തകത്തിൽ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് സദൃശനാണ്. അപ്പോൾ ഒരിക്കലും മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ ഈക്വൽ അല്ല. മനുഷ്യർക്ക് ആത്മാവുണ്ട്, അവർ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകും, അവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നവരാണ്. മൃഗങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതായ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനിയും അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ 5-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. അതിന് മുമ്പായിട്ട് 4-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 പേർക്ക് 12-ാമത്തെ വാക്യം, 2 പേർക്ക് അവനോട് എതിർത്ത് നിൽക്കാം, മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോക ഇല്ലല്ലോ. അപ്പോൾ ഒന്നിച്ച് നാം നിന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായ ഒരു ശക്തിയുണ്ട്, ധൈര്യമുണ്ട്, ബലമുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. വിവാഹ ശുശ്രൂഷയിൽ ഒക്കെ പാസ്റ്റേഴ്സൊക്കെ ദേവദാസന്മാരൊക്കെ സാധാരണ പ്രസംഗിക്കുന്ന ഒരു വാക്യമാണ് ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. 3 ചരട് കൂട്ടി പിരിച്ചുണ്ടാക്കിയതായ ആ കയർ എന്ന് പറയുമ്പോൾ ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഹസ്ബൻഡും വൈഫും അതോട് ചേർന്ന് 3-ാമത്തെ ആളായിട്ട് നമ്മളുടെ കർത്താവും കൂടെ കുടുംബജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഒട്ടും നശിച്ചു പോകാതെ ബലത്തോടെ ഭദ്രതയോടെ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നാണ് ഈ വാക്യത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. 5-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരാം. അവിടെ 2-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ് കാണുന്നത്, പരിജ്ഞാനമില്ലായികയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത്, വേഗത്തിൽ ഒന്നും പറയരുത്. അപ്പോൾ നമ്മളുടെ സംസാരം എന്ന് പറയുന്നത് അതിവേഗത്തിൽ ചിന്തിക്കാതെ ഒന്നും പറയരുത് എന്നാണ് ശലോമോൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ നോളജിൽ കൂടെ ആ കാര്യം പറയുന്നത്, നമ്മളുടെ പ്രാവർത്തികമാക്കുന്നത് വളരെ നല്ലതാണ്. പ്രൈസ് ഗോഡ്. അതിവേഗത്തിൽ ഒന്നും പറയരുത്, ചിന്തിച്ച് സാവധാനത്തിൽ പറയേണ്ടത് മാത്രം പറയുവാൻ താമസവും കേൾക്കുവാൻ വേഗതയും ഉണ്ടായിരിക്കട്ടെ എന്നാണ് അപ്പോസ്തലനായ യാക്കോബ് പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിൽ. പ്രൈസ് ഗോഡ്. എന്നിട്ട് ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിൻ്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവസന്നിധിയിൽ നമ്മളൊരു വാക്കോ ഒരു തീരുമാനമോ ഒരു ഓത്തോ ഒക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു നേർച്ച കഴിക്കുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം. അതിനുവേണ്ടി ബന്ധപ്പെട്ട് പറയരുത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ, ആകയാൽ നിൻ്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. കഷ്ടപ്പാടിൻ്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്കുപെരുപ്പം കൊണ്ട് സ്ഫോഷൻ്റെ ജൽപ്പനവും ജനിക്കുന്നു. ഈ സ്വപ്നമെന്ന് പറയുന്നത് ദൈവം നമുക്ക് നല്ല സ്വപ്നങ്ങൾ തരും, അത് വാസ്തവമാണ്. എന്നാൽ ശലോമോൻ പറയുന്നത് തൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്ക് കഷ്ടപ്പാടിൻ്റെ ആധിക്യം കൊണ്ട് അങ്ങനെയുള്ളതായ പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നടന്നാൽ സ്വപ്നങ്ങളുടെ ആധിക്യം ഉണ്ടാകും. അതുകൊണ്ട് അതിൽ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ആയി പോകരുത് എന്നാണ്. അത് ദൈവത്തിൻ്റെ ദർശനമാണ് എന്നുള്ളതായ കാര്യത്തിൽ നമ്മൾ അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ആയി പോകരുത് എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ അടുത്തായിട്ട് പറയുന്നത്, ദൈവത്തിൽ നേർച്ച കഴിപ്പാൻ താമസിക്കരുത്, മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്കുക. നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. ദൈവസന്നിധിയിൽ നമ്മൾ കൂട്ടത്തോടെയൊക്കെ ചെല്ലുമ്പോൾ ആ ആളുകളുടെ മധ്യത്തിൽ വെച്ച് എഴുന്നേറ്റ് നമ്മൾക്കൊരു സ്ഥാനം കിട്ടുവാൻ വേണ്ടി, നമ്മളുടെ സ്റ്റാറ്റസ് ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാര്യം ഞാൻ അങ്ങനെ ചെയ്തേക്കാം ഇങ്ങനെ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാൽ, ദൈവസന്നിധിയിൽ പറഞ്ഞിട്ട് ചെയ്യാതെ ഇരുന്നാൽ അത് ദോഷമാണ്, അത് നല്ലത് അല്ല എന്നാണ് ഈ ശലോമോൻ ഇവിടെ പറയുന്നത്. നീ നേർന്നത് കഴിക്കുക. നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. അഥവാ എനിക്ക് നേരുന്നത് കഴിക്കുവാനായിട്ട് പ്രാപ്തിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ചെയ്യുന്നതിന് താല്പര്യമില്ല എങ്കിൽ നീ നേരാതെ ഇരിക്കുന്നതാണ് നല്ലത്, നേർന്നിട്ട് ചെയ്യാതെ ഇരുന്നതിനേക്കാൾ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിൻ്റെ വായ നിൻ്റെ ദേഹത്തിന് പാപകാരണം ആകരുത്. നമ്മളുടെ വായ്ക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ പറയുന്നത് റിയലായിട്ട് മനസ്സിലാക്കിക്കൊണ്ട്
പറയണം. നമ്മൾ വായ് കൊണ്ട് പരസ്യമായിട്ട് പറയുന്നത്, നിൻ്റെ നാവ്, നമ്മുടെ നാവിൽ മരണവും ജീവനും കർത്താവ് വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നമ്മളുടെ തന്നെ ജീവിതത്തിൽ അനുഗ്രഹത്തെ വാഞ്ചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ ശപിക്കുവാനോ നമ്മളുടെ ജീവിതത്തെ തന്നെ ശപിക്കുവാനോ എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് പറഞ്ഞ് പ്രാകുവാനോ ഒന്നും നമ്മളുടെ നാക്ക് ഉപയോഗിക്കരുത് എന്നാണ് ഈ ഭാഗത്തു നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഉള്ളത്. നിൻ്റെ വായ് നിൻ്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതൻ്റെ സന്നിധിയിൽ പറയുകയും അരുത്. പ്രൈസ് ഗോഡ്. ഇവിടെ ഇങ്ങനെയുള്ളതായ വാക്കുകൾ ഒക്കെ വളരെ അർത്ഥവത്തായ വാക്കുകളാണ്. അത് നമ്മൾ വായിച്ച് ധ്യാനിച്ച് പഠിച്ചാൽ വളരെ അനുഗ്രഹമാണ്. പ്രൈസ് ഗോഡ്. ഇനി 8ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ 5ാമത്തെ അധ്യായത്തിൻ്റെ, ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതനും മീതെ ഒരു ഉന്നതനും അവർക്കും മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. ഏത് രാജ്യത്തും ഭരണാധികാരികളൊക്കെ ഉണ്ടെങ്കിൽ, ഉന്നതന്മാരൊക്കെ ഉണ്ടെങ്കിലും അവരുടെ മേലിൽ ഭരണം ചെയ്യുന്ന ആ രാജാതിരാജാവ് നമ്മളുടെ കർത്താവായിട്ട് വാഴുന്നു എന്ന് ഉറച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതയാത്ര മുൻപോട്ട് പോകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 12ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: ധനവാൻ്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. ഒരു ധനവാനെ സംബന്ധിച്ചിടത്തോളം അവന് വീട്ടിലെ സ്വർണമോ പണമോ അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ പഴയ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ശരിയായിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങുവാനായിട്ട് കഴിയുകയില്ല എന്നാണ് ശലോമോൻ ഇവിടെ പറയുന്നത്. ഇന്നത്തെ കാലത്താണെങ്കിലും വലിയ ധനവാന്മാർക്ക് ഇങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ഇതിട്ട് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകുമോ, ബാങ്കിലിട്ടാൽ ഇത് ബാങ്ക് പൊട്ടിപ്പോകുമോ, അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട്, അത് തന്നെയുമല്ല വീടിനൊക്കെ എത്ര തന്നെ ബലവത്തായ ബന്ധവസ് വെച്ചാലും കഥകളൊക്കെ വെച്ചാലും അതൊക്കെ പൊളിച്ച് ആൾക്കാരൊക്കെ കയറുമോ. പണ്ട് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ ആൾക്കാരെയൊക്കെ വിട്ട് കാല് വെട്ടിക്കുക, കൈ വെട്ടിക്കുക, പണം ചോദിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേകത തനിയെയൊക്കെ താമസിക്കുന്ന ധനവാന്മാർക്ക് വലിയ ഭയം ആണ് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ളതായ കാര്യങ്ങളാണ്, എൻ്റെ വാസ്തവമാണ് ഇവിടെ ഈ ശലോമോൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്നാൽ 15ാമത്തെ അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ, 15ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത്, അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. അപ്പോൾ അവൻ്റെ വൃഥാ പ്രയത്നത്താൽ അവന് എന്ത് പ്രയോജനം? ജീവിതത്തിൽ നമ്മൾക്ക് ജീവിക്കുവാനുള്ള മാർഗമുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട്, ആരോഗ്യം നഷ്ടപ്പെടുത്തിയിട്ട്, മനസ്സ് ആകപ്പാടെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ കടന്ന് പണിയരുത് എന്നാണ് ഇവിടെ ശലോമോൻ പറയുന്നത്. നമ്മൾക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ഉടുപ്പാൻ വസ്ത്രവും പാർക്കുവാൻ ഭവനവും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക എന്നാണ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മളുടെ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് സമൃദ്ധിയോടെ ജീവിക്കണം, സന്തോഷത്തോടുകൂടെ ജീവിക്കണം. ദൈവം നമ്മളെ നടത്തുന്നു എന്നുള്ളതായ വിശ്വാസം വേണം. നമ്മളുടെ കൈകൊണ്ടോ നമ്മളുടെ ആരോഗ്യം കൊണ്ടോ ഒന്നും നേടി എന്നുള്ളതായ ചിന്ത നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മളുടെ മുൻപോട്ടുള്ള യാത്ര ചെയ്യുവാൻ. 19ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതല്ലോ അവൻ്റെ ഓഹരി, ദൈവം ധനവും ഐശ്വര്യവും അത് അനുഭവിച്ച് തൻ്റെ ഓഹരി ലഭിച്ച് തൻ്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിൻ്റെ ദാനം തന്നെ. ദൈവം നമ്മൾക്ക് ഈ സന്തോഷം തരുമ്പോൾ, ദൈവം നമ്മൾക്ക് ഈ ധനം തരുമ്പോൾ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ധനം നമ്മളുടെ ജീവിതത്തിൽ നമ്മളും നമ്മളുടെ കുടുംബവും ഭവനവും ഒക്കെ അത് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഈ ലോകത്തിൽ നമ്മൾക്ക് സാധിക്കുന്നുവെങ്കിൽ അവരാണ് ഭാഗ്യവാന്മാർ. അത് ദൈവത്തിൻ്റെ ദാനമാണ് അങ്ങനെയുള്ള ഒരു കഴിവ്, അങ്ങനെയുള്ള ഒരു ചിന്താഗതി. എന്നാൽ അതേസമയം നമ്മൾ നോക്കണം, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വസ്തുവകകളും ബാങ്ക് ബാലൻസും ഉണ്ടെങ്കിൽ തന്നെയും നല്ല ഒരു ആഹാരം കഴിക്കുവാനായിട്ട് താല്പര്യം കാണിക്കാതെ എല്ലാം ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചുകൊണ്ട് ഒരു ദരിദ്രനെ പോലെ ജീവിച്ച് ദരിദ്രനെ പോലെ മരിക്കുന്നതായ ഒരാൾ, ഒരു പണക്കാരൻ്റെ ജീവിതം അത് കഷ്ടതയാണ് എന്നാണ് ഇവിടെ ശലോമോൻ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. 7ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ നോക്കാം.
അല്ല, ഏഴാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് നോക്കാം. അവിടെ താൻ എഴുതിയിരിക്കുന്നതായ ഒരു ഫാക്റ്റ് ഇതാണ്. ഒന്നാമത്തെ വാക്യം, നല്ല പേര് സുഗന്ധത്തൈലത്തെക്കാളും മരണദിവസം ജന്നത്തെക്കാളും ഉത്തമം. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. ചില സത്യങ്ങളാണ് ഇവിടെ ശലോമോൻ എഴുതിയിരിക്കുന്നത്. നല്ല പേര് സുഗന്ധ തൈലത്തെക്കാളും മരണദിവസം ജന്നത്തെക്കാളും ഉത്തമം. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. അപ്പോൾ നല്ല പേര് നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടുള്ള ഒരു ജീവിതം കൊണ്ട് മാത്രമേ നമ്മൾക്ക് പറ്റുകയുള്ളൂ. ഒരു ചെറിയ കാര്യം ജീവിതത്തിൽ പറ്റിക്കഴിഞ്ഞാൽ, ഒരു തൈലക്കാരൻ്റെ തൈലത്തിൽ ഒരു ഈച്ച വീണാൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ സകലവും ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ സാക്ഷ്യം നമ്മൾ വളരെ സൂക്ഷിച്ച് മുൻപോട്ട് ജീവിച്ചാൽ ഒരു നല്ല പേര് നമ്മൾക്ക് സമ്പാദിപ്പാനും അത് സുഗന്ധ തൈലത്തെക്കാളും നല്ലതായിട്ട് നമ്മൾക്ക് അനുഭവിപ്പാനും സാധിക്കും. അതുപോലെ തന്നെ മരണദിവസം ജനന ദിവസത്തെക്കാൾ ഉത്തമമാണ്. കാരണം എന്താണ്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ്റെ സാക്ഷ്യമായിട്ട് അവൻ ലോകത്തിൽ ജീവിച്ച് എന്തെങ്കിലും ചെയ്തതായിട്ട് ഒന്നും പറയുവാനില്ല. എന്നാൽ അവൻ മരിക്കുന്നതായ ദിവസമെന്ന് പറയുമ്പോൾ ചില വർഷങ്ങൾ ജീവിച്ച്, അത് സാധാരണയായിട്ട് ബൈബിളിൻ പ്രകാരം നോക്കുകയാണെങ്കിൽ 70, 80 അതിൽ കുറവോ 60, 50 ആയാൽ തന്നെയും അത്രയും വർഷങ്ങൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ സൊസൈറ്റിക്ക് വേണ്ടി പ്രയോജനമുള്ളവനായി ജീവിച്ചാൽ, അനേകർക്ക് അനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിച്ചാൽ അത് ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതമാണ്. അതാണ് മരണദിവസം ജനനദിവസത്തേക്കാൾ ഉത്തമം എന്ന് പറയുന്നത്. അതിൻ്റെ 7ാമത്തെ വാക്യം നമ്മൾക്ക് നോക്കാം. കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു, കൈക്കൂലി ഹൃദയത്തെ കെടുത്തു കളയുന്നു. ഈ കൈക്കൂലി വാങ്ങിക്കരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. കാരണം അങ്ങനെ വാങ്ങിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? സത്യത്തെ മാറ്റിവെച്ചിട്ട് അവൻ കണ്ണ് പൊട്ടനെ പോലെ ഒരു ബ്ലൈൻഡായിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ കണ്ടില്ല, പൈസ ഇങ്ങനെ നേരെ നീ അങ്ങ് പൊക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉള്ളതായ തെറ്റായ കാര്യങ്ങളാണ് കോഴ ഒരു ജ്ഞാനിയാണെങ്കിൽ തന്നെയും അവനെ പൊട്ടനായിട്ട് തീർക്കുന്നതായ ഒരു വ്യവസ്ഥയാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയും 7ാം അധ്യായത്തിൻ്റെ 29ാമത്തെ വാക്യം നോക്കാം. അവിടെ എഴുതിയിരിക്കുന്നത്, ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായിട്ട് സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ച് വരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നേരുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത് എന്നുള്ളത് വാസ്തവമാണ്. ആദാമിനെയും ഹവ്വയെയും നേരുള്ളവനായിട്ട് സൃഷ്ടിച്ചു. എന്നാൽ സാത്താനോട് കൂട്ടുപിടിച്ചത് മൂലം അവൻ്റെ ജീവിതത്തിൽ അനേക സൂത്രങ്ങളെ അന്ന് മുതൽ കണ്ടുപിടിച്ചു. ആദാമിൻ്റെ മകൻ കയീൻ തുടങ്ങിയതാണ് സൂത്രങ്ങളെ കണ്ടുപിടിക്കുവാൻ. ഈവൻ ആദാം തന്നെ സൂത്രം കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഓടി അവന് അത്തീര കൊണ്ട് തുണി ഉണ്ടാക്കുന്നതും മറഞ്ഞിരിക്കുന്നതുമൊക്കെ. അങ്ങനെയുള്ളതായ സൂത്രം അന്ന് ആരംഭിച്ച് ഇന്നും മനുഷ്യൻ ഈ സൂത്രങ്ങൾ കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായ ആ പാതയിലാണ്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മാനസാന്തരത്തിൻ്റെ അന്തരീക്ഷത്തിൽ കടന്നു വന്ന് വിശുദ്ധിയോടെ ജീവിപ്പാൻ നമ്മൾക്ക് സാധിക്കണം. ഇവിടെ 7ാം അധ്യായത്തിൻ്റെ 20ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. ഇന്ന് ലോകത്തിലെ ഭൂരിപക്ഷം ആൾക്കാരും, ഞാൻ വിശ്വാസികളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, അവർ പറയുന്നത് ഞാൻ നീതിമാനാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഇന്ന കുടുംബത്തിൽ പിറന്നവനാണ്, ഇന്ന കുടുംബ പാരമ്പര്യമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, ഒരു മനുഷ്യനും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിൽ ഇല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട അല്ലാതെ, എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് അല്ലാതെ ഒരു മനുഷ്യനും നീതിമാനെന്ന് പറയുവാനായിട്ട് സാധ്യമാകയില്ല. കുടുംബപാരമ്പര്യം കൊണ്ട് നീതിമാനാകാനായിട്ട് സാധ്യമാകയില്ല. അതുപോലെ തന്നെ നല്ല കുടുംബത്തിൽ പിറന്നതുകൊണ്ടോ നല്ല പള്ളിയിൽ പോയി നേർച്ച കഴിച്ചത് കൊണ്ടോ ഒന്നും ഈ നീതിമാനായി തീരുവാൻ സാധ്യമാകയില്ല എന്നാണ് ശലോമോൻ ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത്. 8ാം അധ്യായത്തിൻ്റെ 11ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾക്ക് നോക്കാം. അവിടെ ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായകൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു.
അതൊരു വാസ്തവമല്ലേ? നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ്, ഇത്രയും ദുഷ്ടതയൊക്കെ ചെയ്തിട്ട് അവന് ഈ ശിക്ഷാവിധി എന്തുകൊണ്ടാണ് നടക്കാത്തത്, തൽക്ഷണം എന്തുകൊണ്ടാണ് നടക്കാത്തത്? ഒരു കുഴപ്പവുമില്ല, ദുഷ്ടന്മാരുടെ കണ്ണൊക്കെ ഉരുണ്ടിരിക്കുന്നു, അവന് മുഖമൊക്കെ തടിച്ചിരിക്കുന്നു, ശരീരമൊക്കെ നല്ല കൊഴുത്തിരിക്കുന്നു, അവർക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ഇവിടെ എഴുതിയിരിക്കുന്ന ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായതുകൊണ്ട് ദൈവം ഇതൊക്കെ ഇങ്ങനെ മാറ്റി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, നീട്ടി സമയം കൊടുക്കുകയാണ്. അടുക്കാണ് മനുഷ്യൻ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. അങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ പിന്നെയും ദുഷ്ടന്മാരാണെങ്കിൽ, മനസ്സന്തരപ്പെടാത്തവർ ആണെങ്കിൽ അവർ വീണ്ടും ദോഷം ചെയ്യുവാൻ വേണ്ടി അവർ വീണ്ടും ധൈര്യപ്പെടുന്നു എന്നാണ് അവിടെ കാണുന്നത്. 10-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ പറയുന്നത്, ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നു, അല്പഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു. അല്പഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. 10-ാം അധ്യായത്തിൽ ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൈലം വളരെ മണമുള്ളതാണ്. ആ മണം ഉപയോഗിക്കുന്നതായ നല്ല സെൻറ്റുള്ളതായ ആ തൈലത്തെ മൊത്തമായി നശിപ്പിക്കുവാനായിട്ട് ഒരു ഈച്ച ചത്ത അതിനകത്ത് കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ വിലയെല്ലാം പോകും, അതിൻ്റെ മണം പോകും, അതിൻ്റെ ക്വാളിറ്റി പോകും, പിന്നെ ആർക്കും അത് വേണ്ട എന്നുള്ള ഒരവസ്ഥയിൽ ആയിത്തീരും എന്നുള്ളതാണ്. അപ്പോൾ ചത്ത ഈച്ച, ചെറിയ ഒരു കാര്യം, നമ്മളുടെ വിലയേറിയ കാര്യങ്ങളുടെ മധ്യത്തിൽ ഒരു ചെറിയ, നമ്മളുടെ ഇത്രയും കാലം നമ്മളുടെ ജീവിതത്തിൽ കെട്ടിപ്പടുത്തതായ ജീവിതത്തെ നശിപ്പിക്കുവാനായിട്ട് ഒരു ചെറിയ കാര്യം മതി. അങ്ങനെ നമ്മളുടെ ജീവിതത്തെ നശിപ്പിക്കുവാനായിട്ട് ഒരു രീതിയിലും ഒരു ചെറിയ കാര്യം കൊണ്ട് പോലും അനുവദിക്കരുത്. നമ്മൾ സൂക്ഷ്മതയുള്ളവരായിട്ട് ജീവിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. 11-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുക. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിൻ്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് അത് കിട്ടും എന്ന് പറഞ്ഞാൽ, നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക എന്ന് പറഞ്ഞാൽ, നീ എറിയുമ്പോൾ ഉടനെ തന്നെ നീ ഒന്നും അതിൻ്റെ റിസൾട്ട് കാണുകയില്ല. പ്രധാനമായിട്ട് അപ്പം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മൾ വാരി വിതറുക, പോകുന്നിടത്തൊക്കെ വിതറുക, വെള്ളത്തിലും വിതറുക. വെള്ളത്തിൽ ഒന്നും കണ്ടില്ല എങ്കിൽ തന്നെയും വിശ്വാസത്തോടു കൂടെ വിതറുക. എന്നാൽ ഏറിയ നാൾ കഴിയുമ്പോൾ നിനക്ക് അത് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമ്മൾ കാണും. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അത് അതിൻ്റെ തക്ക സമയത്ത് ഹൃദയത്തിലെ ആ മണ്ണിൽ അതിൻ്റെ റൈറ്റ് ടൈം ആകുമ്പോൾ, ആ നല്ല സീസൺ ആകുമ്പോൾ, ആ വെയിലും മഴയും ഒക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോരോ സന്ദർഭങ്ങളിൽ ആ കേട്ടതായ വചനം അത് മുളച്ചു വരും, അത് വളർന്നു വരും, അത് ഫലം കായ്ക്കും. അങ്ങനെ നമ്മൾ പലപ്പോഴായിട്ട് ദൈവത്തിൻ്റെ വചനം ഹൃദയങ്ങളിലേക്ക് വിതച്ചാൽ അത് ഏറിയ നാൾ കഴിഞ്ഞിട്ട് അത് വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 4-ാമത്തെ വാക്യം, കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൽ സ്റ്റഡിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. മടിയന്മാരായിട്ട് നമ്മൾ ഇരിക്കരുത്. ഇതിവിടെ ഞാൻ ഇന്ന് കാറ്റ് കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, വസ്തുക്കൾ അല്ലെങ്കിൽ പറമ്പ് ഒന്നും ശരിയാക്കുന്നില്ല, വിതയ്ക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതായ ചിന്താഗതി ഇവിടെ വീട്ടിലിരിക്കുന്ന മടിയനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും നമ്മളാൽ കഴിയാവുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കയില്ല. നമ്മളെല്ലായ്പ്പോഴും വിതയ്ക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് പുറകാലെ വരും. അത് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് ഉടൻ തന്നെ അതിൻ്റെ റിസൾട്ട് കണ്ടില്ല എങ്കിൽ തന്നെയും വിശ്വാസത്തോടുകൂടെ വിത്തുകൾ വിതയ്ക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കാറ്റ് വന്നാലും മഴ വന്നാലും നമ്മൾ വിതച്ചു കൊണ്ടിരിക്കണം. സ്റ്റഡിയായിട്ട് നമ്മളുടെ വർക്ക് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. എന്നിട്ട് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്തെ നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്. അപ്പോൾ രാവിലെ മുതൽ വിത്ത് വിതയ്ക്കുക, അതുപോലെ തന്നെ വൈകുന്നേരമായാലും നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്, മടി വിചാരിച്ചിരിക്കരുത്. നമ്മളാൽ കഴിയുന്നിടത്തോളം
വേല ചെയ്യുന്നവരായിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. 8-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, മനുഷ്യൻ ബഹുകാലം ജീവിച്ചിരുന്നു എങ്കിൽ അവൻ അതിലൊക്കെയും സന്തോഷിക്കട്ടെ, എങ്കിലും അന്ധകാരകാലം ദീർഘമായിരിക്കും എന്നും അവൻ ഓർത്തുകൊള്ളട്ടെ, വരുന്നതൊക്കെയും മായയാകട്ടെ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരു മനുഷ്യൻ ബഹുകാലം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ അതിലൊക്കെയും സന്തോഷിക്കട്ടെ. ഈ ലോകത്തിലെ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ എത്രയും ആയുസ്സ് നമ്മൾക്കുണ്ടോ അതൊക്കെയും നമ്മൾ സന്തോഷിക്കട്ടെ. എന്നാൽ അതിനപ്പുറത്തായിട്ട് ഒരു കാലമുണ്ട്. ആ കാലത്തെയാണ് നമ്മൾ ഇപ്പോൾ തന്നെ അതിനുവേണ്ടിയാണ് ഒരുങ്ങി ജീവിക്കേണ്ടത്. ഈ ജീവിതത്തിന് ശേഷമായിട്ട് സൂര്യന് താഴെയുള്ളതായ, സൂര്യന് കീഴെയുള്ളതായ കാലം എത്ര ആയിരുന്നാലും അവിടെ നമ്മൾ സന്തോഷിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ സൂര്യൻ്റെ മുകളിലുള്ളതായ ഒരു കാലമുണ്ട്. ആ ഉയരത്തിലുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നതിനുള്ളതായ പാസ്പോർട്ട് എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാക്കി തീർന്നുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിനൊരു അർത്ഥം വരികയുള്ളൂ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നത് അന്ധകാരകാലം ദീർഘമായിരിക്കും. ഒരു രക്ഷിക്കപ്പെടാതെ ഒരുത്തൻ ഈ ലോകത്തിൽ ദീർഘകാലം ജീവിച്ചാലും അവൻ അതിന് ശേഷമുള്ളതായ ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് അന്ധകാരം പിടിച്ചതായിരിക്കും. അത് ഓർത്തുകൊള്ളട്ടെ എന്നുള്ളൊരു വലിയ വാണിംഗ് ആണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ലോകത്തിൽ എത്ര കാലം ജീവിച്ചാൽ തന്നെയും അത് നിസ്സാരമായ ഒരു കാലമാണ്. കഷ്ടതയും പ്രയാസവും രോഗവും ദുഃഖവും ഉണ്ടെങ്കിൽ തന്നെയും ദീർഘമായ ഒരു സന്തോഷകാലമുണ്ട് എന്നുള്ളത് ഓർക്കുമ്പോൾ നമ്മൾക്ക് ആശ്വാസവും സന്തോഷവുമുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് ഒടുവിലത്തേക്ക് വരിക, അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. അവിടെ 12-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ സമയങ്ങളിൽ എങ്ങനെയൊക്കെ ആയിത്തീരുന്നു എന്ന് ഉള്ളതായ കാര്യം അവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് ശലോമോൻ 12-ാമത്തെ അധ്യായത്തിൽ. നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അന്നേരം നിൻ്റെ യൗവനകാലത്ത് തന്നെ നിൻ്റെ സ്രഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ അന്ന്. അപ്പോൾ ജീവിതത്തിൽ ദുർഘട സമയങ്ങൾ വരുമെന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. അതുകൊണ്ടാണ് നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് ശലോമോൻ ഓർപ്പിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെ ആണെങ്കിൽ തന്നെയും ദുർഘട സമയങ്ങൾ വരും എന്നുള്ളത് ഒരു വാസ്തവമാണ്. ആ സമയത്ത് എന്ത് സംഭവിക്കും? എത്രമാത്രം ആരോഗ്യമുള്ളവരായിരുന്നാലും, എത്രമാത്രം സൗന്ദര്യമുള്ളവരായിരുന്നാലും, എത്രമാത്രം ഫാസ്റ്റായിട്ട് ഓടുന്നവരായിരുന്നാലും, നല്ല പാട്ട് പാടുന്നവരായിരുന്നാലും, നല്ലവണ്ണം സംസാരിക്കുന്നവരായിരുന്നാലും, എന്ത് തന്നെയായിരുന്നു അവരുടെ ജീവിതത്തിന് ഒടുവിലത്തെ സമയങ്ങളിൽ ദുർഘട സമയങ്ങളാണ്. ആ സമയങ്ങളെ നേരിടുവാൻ നമ്മൾ തയ്യാറായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വീട്ടുകാവൽക്കാർ വിറയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തെ കാവൽ ചെയ്യുന്നതായ കൈകളൊക്കെ ഇങ്ങനെ വിറയ്ക്കാനായിട്ട് തുടങ്ങും പ്രായമായി കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. ബലവാന്മാർ കുനിയും. നമ്മളുടെ ജീവിതത്തെ അല്ലെങ്കിൽ ശരീരത്തെ നമ്മൾ നേരെ നിർത്തുന്നത് നമ്മുടെ നട്ടെല്ലാണ്. ആ നട്ടെല്ല് ഇങ്ങനെ വളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ കുനിഞ്ഞു മാത്രമേ നമുക്ക് നടക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ എന്നാണ് നമ്മൾക്ക് ഇവിടെ പറയുന്നത്. പ്രൈസ് ഗോഡ്. അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും. അരയ്ക്കുന്നവർ എന്ന് പറയുന്നതായ പല്ലാണ്. നമ്മളുടെ ഏത് കട്ടിയുള്ള സാധനങ്ങൾ കെട്ടിയാലും നട്ട്സോ അതുപോലെയുള്ളതായ ഏത് ഭക്ഷണം കിട്ടിക്കാലും ചവച്ചരച്ച് തിന്നുവാനായിട്ട് കഴിവുള്ളവരാണ് ആരോഗ്യമുള്ള നമ്മളൊക്കെ ഇപ്പോൾ. എന്നാൽ പ്രായമായി കഴിയുമ്പോൾ ആ അരയ്ക്കുന്നവരൊക്കെ ചുരുങ്ങിപ്പോവും, കുറേ എണ്ണമൊക്കെ പോകും. അല്ലെങ്കിൽ പല്ല് വെച്ചാൽ തന്നെയും ശരിയാകും വണ്ണം ചവയ്ക്കുന്നതിനും കടിക്കുന്നതിനും പൊട്ടിക്കുന്നതിനും ഒക്കെ ഉള്ളതായ പ്രാപ്തി ഉണ്ടാകയില്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കിളിവാതിലുകളിൽ കൂടെ നോക്കുന്നവർ അന്ധന്മാരാകും. നല്ല കണ്ണും കാഴ്ചയൊക്കെ ഉള്ളവർ പ്രായമായി കഴിയുമ്പോൾ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെടും. അല്ലെങ്കിൽ മരണത്തിൻ്റെ ആ സമയത്തേക്കാകുമ്പോൾ കണ്ണുകളൊക്കെ കുഴിഞ്ഞ് അതിൻ്റെ ശക്തിയെല്ലാം കുറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തെരുവിലെ കതകുകൾ അടയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ നിന്നും കേൾക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുവാനായിട്ട് നമ്മളുടെ ചെവികൾ എല്ലാം അതിൻ്റെ പ്രാപ്തിയെല്ലാം നഷ്ടപ്പെട്ടു പോകും.
അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്നു പോകും. നല്ല ഉറക്കമൊക്കെ ഇപ്പോൾ നമ്മൾക്ക് ചെറുപ്പകാലത്തൊക്കെ ഉണ്ട്. ആരോഗ്യമുള്ളപ്പോൾ ഒരു ഉറക്കം 9 മണിക്കോ 10 മണിക്കോ തുടങ്ങിക്കഴിഞ്ഞാൽ 5 മണി 6 മണി വരെ ഒന്നിച്ച് ഉറങ്ങാനായിട്ട് സാധിക്കും. എന്നാൽ പ്രായം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചെറിയ ചെറിയ ശബ്ദത്തിലും അവർ ഉണർന്നു പോകും. ദേഹത്തെല്ലാം വേദനയും ചൊറിച്ചിലും ഒക്കെ ആയതിനാൽ അവർ പല പ്രാവശ്യം എഴുന്നേൽക്കുകയൊക്കെ ചെയ്യും. അതാണ് പറയുന്നത്, പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും. പാട്ടുകാരത്തികൾ ഒക്കെയും തളർന്നു പോകും, നാക്കൊക്കെ തളർന്നു പോകും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും. കയറ്റം കാണുമ്പോൾ ഇന്ന് വളരെ ശക്തിയോടുകൂടെ ഓടിപ്പോകുന്നതായ ചെറുപ്പക്കാരൊക്കെ പ്രായമായി കഴിയുമ്പോൾ കയറ്റം കാണുമ്പോൾ തന്നെ പറയും, ഞാനങ്ങോട്ട് വരുന്നില്ല, ഞാനിവിടെ നിൽക്കുകയാണ്, ഞാനിവിടെ ഇരിക്കുക, നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയും. അപ്പോൾ പേടിക്കും. വഴിയിൽ ഭീതികളുള്ളതായി തോന്നും. ഓരോന്നും ഭയപ്പെടുത്തുന്നതായ അവസ്ഥകൾ പോലെ ആ സമയങ്ങളിൽ കാണും എന്നാണ് എഴുതിയിരിക്കുന്നത്. ബദാം വൃക്ഷം പൂക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടിയൊക്കെ നല്ല ഗ്രീനായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ബ്ലാക്കായിട്ടിരിക്കുന്നതെല്ലാം വെള്ളയായിട്ട് തീരും. ഇപ്പോഴൊക്കെ നമ്മൾ കളറടിച്ചൊക്കെ നേരെയാക്കിയാൽ തന്നെയും കുറേ കൂടെ ക്ഷീണിച്ച് കഴിയുമ്പോൾ അതിനുള്ളതായ സമയങ്ങളൊന്നും കിട്ടുകയില്ല. ബദാം വൃക്ഷം ഒക്കെ പൂക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. തെള്ളൻ ഇഴഞ്ഞ് നടക്കും എന്ന് പറഞ്ഞാൽ ദേഹമൊക്കെയും ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. രോചനക്കുരു ഫലിക്കാതെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ഗുളികകളൊക്കെ രോചനക്കുരു പോലെ എടുത്ത് തിന്നു കഴിഞ്ഞാൽ, ടൈനിലോൾ തിന്നു കഴിഞ്ഞാൽ വേദന മാറത്തില്ല. ബ്ലഡ് പ്രഷറിൻ്റെ ടാബ്ലറ്റ് തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ കുറയത്തില്ല. അങ്ങനെ ഓരോരോ ടാബ്ലറ്റ്സൊക്കെ കഴിച്ചാലും ഈ രോചനക്കുരു ഫലിക്കയില്ല എന്ന് പറയുന്നത് പോലെ അതൊന്നും ഫലിക്കുകയില്ല എന്നാണ് പറയുന്നത്. വെള്ളിച്ചരട് ഒക്കെ അറ്റുപോകുന്നതായ സമയം കുടൽ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പൊൻകിണ്ണം തകരും, ഹൃദയം ഒക്കെ തകർന്നു പോകും മരിച്ചു കഴിയുമ്പോൾ. എന്നിട്ട് ഒടുവിലായിട്ട് പറയുന്നത്, പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആ മണ്ണിലേക്ക് ഓരോ മനുഷ്യനും തിരികെ ചേരുന്ന അനുഭവം ഉണ്ടാകും. ആ കാര്യത്തെക്കുറിച്ച് ഓർത്തുകൊള്ളുക എന്നാണ് ശലോമോൻ ഇവിടെ യൗവനക്കാരോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും യൗവനക്കാരാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർട്ടൻ ഇയേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു. 55 വയസ്സ് കഴിയുമ്പോൾ പ്രായമായി എന്നാണ് ചിന്തിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് 10-75 വയസ്സായാലും യൗവനക്കാരെ പോലെ ജീവിക്കുന്നവരാണല്ലോ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എല്ലാവരും ചിന്തിക്കേണ്ടതായ കാര്യമാണ്. ഒരു കാലത്ത് ഈ ഒരു രീതിയിലേക്ക് നമ്മളുടെ ശരീരം ആയിത്തീരും എന്ന് ഉള്ളതാണ് ഇവിടെ കാണുന്നത്. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും എന്നാണ് ഒടുവിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ആത്മാവ് സന്തോഷത്തോടെ, ധൈര്യത്തോടെ, പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് നമ്മൾ തയ്യാറായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ഇസ്രാപ്രസംഗി അല്ലെങ്കിൽ ശലോമോൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഒടുവിലത്തെ പാരഗ്രാഫ് 13-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത്, എല്ലാറ്റിൻ്റെയും സാരം കേട്ടുകൊള്ളുക, എല്ലാറ്റിൻ്റെയും സാരം കേട്ടുകൊള്ളുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. അപ്പോൾ അതിൻ്റെ സാരമായിട്ട് എല്ലാ മനുഷ്യരോടും പറയുന്നതായ വാക്ക് ഇതാണ്, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം, അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കണം. എന്താണ് അവൻ്റെ കൽപ്പന എന്ന് പറയുന്നത്? സകല മനുഷ്യരും പാപികളാണ്, പാപത്തിൽ വീണവരാണ്. എന്നാൽ അവരെ രക്ഷിപ്പാൻ വേണ്ടിയതായ എൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് ഞാൻ അയച്ചിരിക്കുന്നു. അവനിൽ വിശ്വസിച്ച് എല്ലാവരും രക്ഷ പ്രാപിക്കുക. നിങ്ങൾ അതിൽ കൂടെ രക്ഷ പ്രാപിച്ച് എൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വരിക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറയുന്നത്. ആ കൽപ്പനയെ കേൾക്കുക, കൽപ്പനയെ അനുസരിക്കുക. അങ്ങനെ ജീവിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ന്യായവിസ്താരത്തിലേക്ക് സകല രഹസ്യങ്ങളുമായിട്ട് കടന്നു ചെല്ലും. ദുഷ്ടന്മാരെയൊക്കെ ദൈവം ന്യായം വിധിക്കും. അന്ന് ഭയാനകമായ ഒരു ദിവസമായിരിക്കും അവർക്ക്. ദുഷ്ടന്മാർക്ക് ന്യായവിധി കഴിഞ്ഞതിന് ശേഷമായിട്ട് അവർ അന്ധകാരത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിത്യശിക്ഷാവിധിയിലേക്ക് പോകുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്നവർക്ക് ആ ന്യായ
ന്യായവിസ്താരത്തിൽ യാതൊരുവിധമായ പ്രശ്നവും ഇല്ലാതെ ദൈവസന്നിധിയിൽ സന്തോഷത്തോടു കൂടെ കടന്നു ചെന്ന് നിത്യകാലം സ്വർഗത്തിൽ ആ സ്വർഗ കൂടാരത്തിൽ ദൈവത്തോടുകൂടെ വസിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ ശലോമോൻ്റെ ഈ സഭാപ്രസംഗിയുടെ പുസ്തകം വളരെ ഒരു മനോഹരമായ ഒരു കൺക്ലൂഷനോട് കൂടിയാണ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവർ എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ രക്ഷയെ നിർണയമാക്കിയില്ലാത്തവരായിട്ട് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക. അപ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നമ്മൾ അവൻ്റെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കുക. അവൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ധൈര്യത്തോടുകൂടെ നിൽപ്പാൻ തക്കവണ്ണം, പ്രതിഫലം വാങ്ങുവാൻ തക്കവണ്ണം നമ്മൾക്ക് തയ്യാറായിട്ട് നിൽക്കാം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച കാണാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. To get the notifications of the new videos, please subscribe. Thank you.